ഹായ്, എല്ലാവർക്കും ATM കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാനറിയാം. എന്നാൽ ആ ATM കാർഡിൻ്റെ പിന്ന് മറന്നുപോയാലോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഫലം അതുവഴി കിട്ടുമോ? അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഹെൽത്തിൻ്റെ സീക്രട്ട് പിന്ന് നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിലും പറ്റുന്നത്. അതെന്താണെന്നല്ലേ? ഡിസിപ്ലിൻ. നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിൻ്റെ സീക്രട്ട് പിന്നായ ഡിസിപ്ലിൻ ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ജങ്ക് ഫുഡ് കഴിക്കരുതെന്ന് അറിയാം, വെള്ളം 2 ലിറ്റർ കുടിക്കണമെന്നറിയാം. പക്ഷേ ഇതൊന്നും കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. അതുപോലെ ലേറ്റ് നൈറ്റ് സ്ലീപ്പ്, രാത്രിയിൽ ലേറ്റായിട്ട് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് മോർണിംഗ് ആകുമ്പോഴത്തേക്ക് ക്ഷീണം അനുഭവപ്പെടും, അവർക്ക് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെയൊക്കെ ആവും. അതുപോലെ നിങ്ങൾ ഈ ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് തന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഓരോരുത്തരും ഡെയിലി എത്ര ആരോഗ്യത്തിൻ്റെ വീഡിയോകളാണ് കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ എത്ര വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന്. എത്ര ഫുഡിൻ്റെ ചാർട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഹെൽത്തി ഫുഡിൻ്റെ എല്ലാം ചെയ്യും, പക്ഷേ എത്ര പേര് ഡിസിപ്ലിൻ ഫോളോ ചെയ്തു? അതിനെ വീഡിയോ കണ്ട കാര്യത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഫോളോ ചെയ്ത എത്ര പേരുണ്ട്? അങ്ങനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്തേനെ. പക്ഷേ എല്ലാവർക്കും വേണ്ടുന്നത് മോട്ടിവേഷൻ സ്പീച്ചാണ്. എല്ലാവരും അത് മോട്ടിവേഷനുള്ള വീഡിയോസ് കാണും, 2 ദിവസം എക്സർസൈസ് ചെയ്യും, അല്ലെങ്കിൽ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോ കാണും. ഇത് ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചെറിയ ചെറിയ ശീലങ്ങളാണെങ്കിലും അത് ഫോളോ ചെയ്യുക തന്നെ വേണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, BP, കൊളസ്ട്രോള്, ഷുഗർ ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, വന്നു കഴിഞ്ഞ് അത് കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ലെങ്കിലോ? അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും കൺസിസ്റ്റൻ്റായിട്ട് ചെയ്തു വരുമ്പോഴാണ് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളാദ്യം നിങ്ങളുടെ ആരോഗ്യം കറക്റ്റാക്കണമെന്നുള്ള തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഡെയിലി 20 മിനിറ്റ് നടക്കാൻ പോകുന്നതോ, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണമെങ്കിലോ, നേരത്തെ ഉറങ്ങണമെങ്കിലോ, ഇതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചാലാണ് പറ്റുന്നത്. വീഡിയോസൊക്കെ കാണുമ്പോൾ ആ വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. പക്ഷേ ആക്ഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളൊരു ചെറിയ ശീലം തുടങ്ങുക. അത് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആ ചെറിയ ശീലം എന്താണെന്ന് കമൻറ്റിൽ അറിയിക്കൂ. കറക്റ്റ് ഫുഡ് കഴിക്കുന്നതാണോ, രാവിലെ എക്സർസൈസ് ചെയ്യുന്നതാണോ, ഡെയിലി 2 ലിറ്റർ വെള്ളം കുടിക്കുന്നതാണോ, അതോ നിങ്ങൾ കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുന്നതാണോ, ഏതാണെന്ന് കമൻറ്റിൽ അറിയിക്കൂ. ഞാൻ ജയന്തി പ്രകാശ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഹെൽത്ത് ടിപ്പുകളുമായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വെബിനാറിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നതിൻ്റെ അവെയർനെസ് കൊടുക്കുന്ന ഒരു വെബിനാർ ഞാൻ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അതിലാണ് ഞാൻ വെബിനാറിൻ്റെ ലിങ്ക് ഇടുന്നത്.
അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.